നമഃശിവായ. ഓം ഹരഹര ശിവശങ്കര. ഓം മമ ഗുരു മഹാദേവ നമസ്തുതേ. മഹാദേവനിലും സ്വയംഭൂസ്ഥാനിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ, നിങ്ങൾക്കേവർക്കും ഭഗവാന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്രയൊക്കെ പ്രഭാഷണങ്ങളൊക്കെ ഇവിടെ സംസാരിച്ചതിലും കേട്ടതിലുമൊക്കെയും ഇന്നും സ്വന്തമായി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടും സ്വന്തമായി തന്നെ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറിക്കൊണ്ടും നിൽക്കുമ്പോൾ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ പറയുന്നതിനു വേണ്ടിയും ഉപദേശങ്ങൾക്കു വേണ്ടിയും ഗുരുവുമായി വാട്സാപ്പിൽ അവരുടെ പ്രശ്നങ്ങൾ പറയുന്നവരുണ്ട്. പഴയതുപോലെ ഇപ്പോൾ പ്രാർത്ഥിക്കണം ഗുരുവേ എന്ന് പറഞ്ഞവരൊക്കെയും അതിൽ കുറെ പേർ ഗുരുവെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ പഠിച്ചു, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഭഗവാനോട് പറയുവാൻ പഠിച്ചു, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്തുണ്ടെങ്കിലും ഭഗവാൻ കൂടെയുണ്ടെന്ന വിശ്വാസം ഉള്ളിൽ വന്നു. ചില ബുദ്ധിമുട്ടുകൾ മനസ്സിൽ വരുമ്പോൾ, ചില പ്രശ്നങ്ങൾ മനസ്സിൽ വരുമ്പോൾ അത് എത്തരത്തിൽ സോൾവ് ചെയ്യണം എന്നുള്ള കാര്യം, പരിഹരിക്കണം എന്നുള്ള കാര്യവും മനസ്സിൽ ഇരുന്ന് ആരോ പറഞ്ഞു തരുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ധൈര്യം ഇത് ലഭിച്ചത് സ്വയംഭൂസ്ഥാനിൽ നിന്നുമാണ്, മഹാദേവ പ്രചാരക സംഘത്തിൽ നിന്നുമാണ്. അതുകൊണ്ട് ഗുരുവേ, ഇപ്പോൾ സദാസമയം എന്ന ഗുരു പറയുന്നത് പോലെ ഞങ്ങൾ രാവിലെ എണീക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയും മനസ്സിൽ ഓർത്ത് ജപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ മനസ്സിൽ ഓർത്ത് ജപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നിരിക്കെ ഇപ്പോൾ ആത്മാവ് തന്നെ തനിയെ ജപിക്കുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്കുണ്ട്. ചിലപ്പോൾ മറന്നു പോകാറുണ്ട്. ജപിച്ചില്ലല്ലോ എന്നോർത്തൊരു ഞെട്ടലോടുകൂടി ചിലപ്പോൾ അയ്യോ ഇന്ന് നമഃശിവായ ജപിച്ചില്ലല്ലോ എന്നുള്ള ഒരു ഞെട്ടലോടുകൂടി തന്നെ ജപിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ബോധം മനസ്സിൽ നിൽക്കുന്ന സമയം മുഴുവൻ ആത്മാവിൽ നമഃശിവായ മുഴങ്ങുന്നുണ്ട്. ഞാനത് ജപിക്കുന്നില്ല, പക്ഷെ എനിക്കത് കേൾക്കാൻ കഴിയുന്നുണ്ട്. അത് എൻ്റെ ആത്മാവ് ജപിക്കുന്നതാണ്. അതെന്റെ ഉള്ളിലിരുന്ന് എൻ്റെ ആത്മാവ്, ഈ ശരീരം ഇവിടെ ഉപേക്ഷിക്കേണ്ടതാണെന്നാൽ ഭഗവത് സവിധത്തിലെത്തേണ്ട എൻ്റെ ആത്മാവ് ഇപ്പോൾ അത് ജപിക്കുന്നുണ്ട്. അതെനിക്ക് അറിയുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ ഫലങ്ങൾ എനിക്കുണ്ടാകുന്നുണ്ട്. നോക്കൂ മക്കളെ, നമുക്ക് എന്തൊക്കെയാണ് ഈ ലോകത്ത് ചെയ്യുവാനുള്ളത്, നമുക്ക് എന്തൊക്കെയാണ് ഈ ലോകത്ത് നമ്മുടെ ചുറ്റുപാടും വീക്ഷിക്കുവാനുള്ളത്. ഗുരു നേരത്തെ പറഞ്ഞതുപോലെ നോക്കൂ, അന്ന് ഒരു പ്രഭാഷണത്തിൽ ഗുരു പറയുകയുണ്ടായല്ലോ, നിങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നും നിങ്ങൾ കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഭഗവാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ഇല്ലായ്മകളെ ഇല്ലാതെയാക്കുന്നത്. കഷ്ടപ്പെട്ട് പകലന്തിയോളം പണിയെടുത്ത് നിങ്ങൾക്ക് ഇന്ന് 100 രൂപയെ ലഭിച്ചുള്ളൂ എന്നിരിക്കട്ടെ. നിങ്ങൾ പോകുന്ന വഴിയിൽ ഒരു 10 രൂപയ്ക്ക് ആവശ്യമുള്ള ഒരാൾ നിൽക്കുകയാണെങ്കിൽ അത് സന്തോഷത്തോടുകൂടി നിങ്ങൾ ആ ഒരു മനുഷ്യന് അത് കൊടുക്കുകയാണെങ്കിൽ 10ന് 10 ഇരട്ടിയായിട്ട് തിരികെ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൊടുക്കുമ്പോളേ ലഭിക്കൂ, കൊടുക്കാതിരുന്നാൽ ലഭിക്കില്ല. ഇതൊരു സത്യമാണ്. മുൻപൊരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ, നിങ്ങൾ ഒരാൾക്ക് ഉപദ്രവം ചെയ്താൽ നിങ്ങൾക്കത് തന്നെ തിരികെ ലഭിക്കും. നിങ്ങൾ ഒരാൾക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്കത് തന്നെ തിരികെ ലഭിക്കും. നോക്കൂ, ചില ആൾക്കാർ വലിയ രീതിയിൽ ഒന്നും പുറം ലോകം പോലും അറിയാതെ കഴിയുന്നവരുണ്ട്. ഒന്നും ആരോടും സംസാരിക്കില്ല. പൊന്നുമക്കളെ നോക്കൂ, ചില വൃദ്ധസദനങ്ങളിലോ അല്ലെങ്കിൽ അനാഥാലയങ്ങളിലോ അല്ലെങ്കിൽ അതും പോകട്ടെ, തലയ്ക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്ന പേർ, ഒരാളെ കിട്ടിയാൽ എനിക്കൊന്ന് സംസാരിക്കാമായിരുന്നു എന്ന് കരുതി നിൽക്കുന്ന എത്രയോ പേരുണ്ട്. ഒരാളെ കിട്ടിയാൽ എനിക്ക് എന്റെ പ്രശ്നങ്ങൾ സംസാരിക്കാമായിരുന്നു, ഒരാളോട് എനിക്ക് എന്റെ കാര്യങ്ങൾ സംസാരിക്കണം, ഒരാൾ എന്റെ അരികിൽ വന്നിരുന്നിട്ട് എന്നോട് അല്പനേരം സംസാരിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. മക്കളെ, നിങ്ങളൊരു കുറച്ചു സമയം, നിങ്ങൾ എപ്പോഴുമല്ല, ഒരു ദിവസത്തിലോ ഒരാഴ്ചയിലോ നിങ്ങൾ ഒരു അരമണിക്കൂർ നേരമെങ്കിലും നിങ്ങൾ അത്തരത്തിലൊരാൾ ഉണ്ടെങ്കിൽ അയാളുടെ അടുത്ത് പോയിരുന്നു സംസാരിക്കുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ശാന്തതയുണ്ട്. നിങ്ങൾ എന്നും കൊടുക്കണമെന്ന് ഗുരു പറയുന്നില്ല. നിങ്ങൾക്ക് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടെന്നും ഗുരുവിന് അറിയാം. പക്ഷേ ഒരു ആശ്വാസവാക്ക് പോലെ നിങ്ങൾ അയാളുടെ അടുത്ത് പോയിരുന്നു സംസാരിക്കുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാകുന്നൊരു പ്രതീക്ഷയുണ്ട്, ആ സമയം കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. അതാര് കൊടുത്തതാണ്? അത് നിങ്ങൾ കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ആ മനുഷ്യന് ഒരു ആശ്വാസം നൽകുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം തരേണ്ട ഉത്തരവാദിത്തം ആർക്കാ ഉള്ളത്? അത് ഭഗവാനാണുള്ളത്. നിങ്ങൾ ഒന്നും ചെയ്യാതെ, നിങ്ങൾ ആർക്കും ഒന്നും ഒരു സന്തോഷവാക്ക് പോലും പറയാതെ, നിങ്ങൾ അന്യന്റെ ഉപദ്രവങ്ങളും ചെയ്ത്, നിങ്ങൾ അന്യനെ ദുഷിച്ചും, നിങ്ങൾ ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കുമോ? ഇല്ല.
ഈ അടുത്ത കാലത്ത് ഒരാൾ ഒരു സന്ദേശം അയക്കുകയാണ്, ഗുരുവേ, സ്വയംഭൂസ്ഥാനിലുമൊക്കെയും ഞാൻ കഴിവുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഗുരുവിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഞാൻ ഒരു ദിവസം പോകുമ്പോൾ ഒരു അനാഥ മന്ദിരം കണ്ടു. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം മക്കളെ. എന്റെ കയ്യിലാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, പക്ഷെ എന്തെങ്കിലും കൊടുക്കണമെന്ന് എനിക്കൊരു തോന്നൽ. ഞാനങ്ങനെ ആ അനാഥ മന്ദിരം കണ്ടപ്പോൾ, അവിടുത്തെ ആ ഒരു പരിതസ്ഥിതികളൊക്കെ കണ്ടപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള സഹായങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നെനിക്ക് ബോധ്യമായി. ഞാൻ അങ്ങോട്ടേക്ക് കയറി ചെന്നു, അവരുടെ കാര്യങ്ങൾ തിരക്കി. വളരെ ബുദ്ധിമുട്ടിലാണെന്ന് മനസ്സിലായി. ഗുരുവെ, ഞാൻ എന്റെ പോക്കറ്റിലുണ്ടായിരുന്ന 2000 രൂപ ഞാൻ അവിടേക്ക് കൊടുത്തു. പക്ഷെ ഗുരുവെ, എനിക്കൊരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. ഈ 2000 രൂപ കൊടുത്തതിന് ശേഷം പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എന്റെ ജീവിതത്തിൽ എന്റെ ഗതിയെ മാറി. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും അത്ഭുതമാണ്. ഞാൻ ഒരു ജോലിയുടെ ആവശ്യത്തിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു വിദേശത്ത്. ഗുരു എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ശരിയായി. ഞാനിപ്പോൾ ആ സ്ഥലത്ത് ജോലിയിലാണ്. എനിക്കിപ്പോൾ ഏകദേശം 2-2.5 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ച് ശമ്പളമുണ്ട്. നോക്കണേ, അതായത് ഇവിടെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ബോധ്യം മനസ്സിലുണ്ടായി. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അയാൾക്ക് എന്തെങ്കിലും ചെയ്യണം, ഞാൻ എന്തെങ്കിലും ചെയ്താലേ എനിക്കതിന്റെ ഒരു ഊർജം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ എന്നിൽ നിൽക്കുന്ന ഒരു പാപത്തിന്റെ ഊർജം, എന്നിൽ നിൽക്കുന്ന മുൻജന്മ പാപത്തിന്റെ ഊർജം എന്നിൽ നിന്ന് നശിച്ചു പോകത്തുള്ളൂ എന്നൊരു തോന്നൽ, ഒരു ആത്മാവിലൊരു വെളിപ്പെടൽ ഉണ്ടായപ്പോൾ, എന്തിനാ ഭഗവാൻ ഭിക്ഷാടനത്തിന് ഇറങ്ങുന്നത്? ഗുരു പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ ഭവനങ്ങളിലെത്തി ഭഗവാൻ ഭിക്ഷ വാങ്ങുന്നത് നിങ്ങളിലുള്ള മുൻജന്മ പാപങ്ങളും ദോഷങ്ങളും ഒക്കെയും ആ പാത്രത്തിലേക്ക് നിക്ഷേപിക്കുകയാണ്. അത് ഭഗവാനിലെത്തി അത് അഗ്നിയിൽ എരിഞ്ഞത് ഇല്ലാതാകും. അവിടെ നിങ്ങൾ സംശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് യാതൊരുവിധ പാപങ്ങളോ ദോഷങ്ങളോ ഇല്ല, നിങ്ങളിലേക്ക് വരാനുള്ള നന്മകളൊക്കെ വരും. അതുകൊണ്ടാണ് ഭഗവാൻ ഒരു ഭിക്ഷാടകനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ എന്താ അവിടെ സംഭവിച്ചത്? അയാൾ അങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ ആ ഒരു അനാഥാലയം ശ്രദ്ധയിൽപ്പെടുകയും അവിടെ തന്റെ സഹായം ആവശ്യമുണ്ടെന്ന് ഉള്ളിൽ ബോധ്യപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ എന്താ അവിടെ സംഭവിച്ചത്? അയാൾ സന്തോഷത്തോടു കൂടി അത് ചെയ്തു. അവിടെ എന്തോ ഒരു കെട്ട്, ഏതോ ഒരു ജന്മത്തിലെ ഒരു പാപത്തിന്റെ ഒരു ബന്ധനം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഏതോ ഒരു ജന്മത്തിലോ ഏതോ ഒരു സമയത്തോ അയാളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ അതെല്ലാം അവിടെ അഴിക്കപ്പെട്ടു, അവിടെ മാറ്റപ്പെട്ടു. പിന്നെ എന്ത് ചെയ്തു? അതാണ് അയാൾ ഇപ്പോൾ പറയുന്നത്, എനിക്ക് എന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന തൊഴിൽ കിട്ടുകയും ചെയ്തു. അങ്ങനെ അയാൾ സന്തോഷപൂർവ്വം പറഞ്ഞു, ഗുരു, ഇതിൽ പരം എന്റെ ഭഗവാൻ എന്നെ എങ്ങനെയാണ് അനുഗ്രഹിക്കേണ്ടത്? തിരിച്ചു ഗുരു അയാളോടൊരു കാര്യം പറഞ്ഞു, ഭഗവാൻ നിങ്ങളെ അവിടെ എത്തിച്ചു. നിങ്ങൾ നോക്കിയപ്പോൾ വളരെ ശോചനീയ അവസ്ഥയിൽ കുറെ പേർ കഴിയുന്ന ഒരു അനാഥ മന്ദിരം നിങ്ങൾ കണ്ടുവെങ്കിൽ അതിനെ ഉദ്ധരിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി ഭഗവാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ അവിടെ അവരുമായി ബന്ധപ്പെടുകയോ അവരോട് സംസാരിക്കുകയോ ചെയ്തിട്ട് നിങ്ങളുടെ കഴിവ് പോലെ അവിടേക്ക് എന്തെങ്കിലും ചെയ്യുക. അവിടെ അനവധി മനുഷ്യരുണ്ടെന്നല്ലേ പറഞ്ഞത്. ആ സന്തോഷം ഇനിയും നിങ്ങൾക്ക് ഐശ്വര്യങ്ങൾ നൽകട്ടെ. ഞാനത് തീർച്ചയായും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. അതാണ് വേണ്ടത്. ഭഗവാൻ എത്തിച്ചത് അവിടെയാണ്. അവിടുത്തെ അനേകം പേരുടെ പ്രാർത്ഥനയോ മനസ്സിന്റെ വിങ്ങലുകളോ ഒക്കെയോ ഭഗവാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു വിശ്വാസം നിങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് ഗുരു പറയട്ടെ. ഒരിക്കലും ഭഗവാൻ ഇറങ്ങി വന്ന് നിങ്ങൾക്കൊന്നും തരില്ല. നിങ്ങൾക്ക് വ്യക്തികളിലൂടെയാണ് ഭഗവാൻ സഹായങ്ങൾ എത്തിക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഭഗവാൻ പലരെയും കാണിച്ചു തന്നിട്ടുണ്ടാകാം. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾ ഒരു 100 രൂപയും മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. നാളെ എന്തെന്ന് അറിയില്ല. പക്ഷെ അപ്പോഴേക്കും ഒരു 10 രൂപയുടെ ഒരു ആവശ്യക്കാരൻ നിങ്ങളുടെ മുന്നിൽ വരും. നിങ്ങൾ എപ്പോഴും വില കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 100 രൂപയ്ക്കായിരിക്കും. നിങ്ങൾ അതുകൊണ്ട് വാങ്ങി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. എന്നാൽ ആ 10 രൂപയുടെ ആവശ്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുന്നില്ല. നിങ്ങൾ ആ 10 രൂപയുടെ ആവശ്യം നിങ്ങൾ അവിടെ പരിഹരിച്ചിരിക്കുന്നുവെങ്കിൽ ഈ 100 എന്നുള്ളത് നാളെ 1000 മാറും. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലാതെ നിങ്ങൾ എവിടെ പോയി മന്ത്രവാദങ്ങൾ ചെയ്താലും, എവിടെ പോയി നിങ്ങൾ ആഭിചാരങ്ങൾ ചെയ്താലും, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയി പൂജകൾ ചെയ്താലും നിങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാകില്ല. അങ്ങനെ മാറ്റം ഉണ്ടായവരുണ്ടെങ്കിൽ ഗുരു ഈ ഒരു ഇതിൽ കൂടി നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടായവരുണ്ടെങ്കിൽ അത് പറയുക. നിങ്ങളുടെ പണം പോയതല്ലാതെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടായവരുണ്ടെങ്കിൽ. ഇവിടെ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
നമ്മുടെ മുന്നിലേക്ക് ഭഗവാൻ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പല കാര്യങ്ങളും കൊണ്ടുവരുമ്പോൾ അത് കണ്ടില്ല എന്ന പോലെ നടക്കും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തണം. അതിന് നിങ്ങൾ പൂർണ്ണമായി ഭഗവാനിലേക്ക് എത്തണം. നോക്കൂ, ആദി കാവ്യം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? നിങ്ങൾക്കറിയോ? നമ്മുടെ ഭാരതീയ പൗരാണിക സങ്കല്പ പ്രകാരം ആദ്യമായി ഉണ്ടായ കാവ്യം എന്ന് പറയുന്നത് രാമായണമാണ്. ഏത് രാമായണമാണ്? വാൽമീകി രാമായണമാണ്. ആണല്ലോ. ഈ വാൽമീകി രാമായണം ഉണ്ടായത് എങ്ങനെയാണ്? എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത വാൽമീകി, അങ്ങനെ എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത കാട്ടാളനായി നിൽക്കുന്ന ആ ഒരു മനുഷ്യൻ തന്റെ പ്രവൃത്തികളിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയിട്ട് തപസ് ചെയ്യുവാൻ പോവുകയും അവിടെ ഇരുന്ന് മര മര എന്ന് ജപിക്കുകയും അത് രാമ രാമ എന്നാവുകയും പിന്നീട് അദ്ദേഹത്തെ മുഴുവൻ ചിതൽ പുറ്റുകൾ വന്ന് മൂടുകയും ചിതൽ, വാൽമീകം എന്നാണ് ചിതലിനെ സംസ്കൃതത്തിൽ പറയുന്നത്, നമ്മളിവിടെ ചിതൽ എന്ന് പറയും. അങ്ങനെ ഒരുപാട് നേരം ഒരു മനുഷ്യൻ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ശരീരത്തിൽ മുഴുവൻ ചിതൽ പുറ്റുകൾ വന്ന് കൂടുകയും അങ്ങനെ അതിൽ നിന്നും പുറത്തു വന്ന പുതിയ മനുഷ്യനാണ് വാൽമീകി. വാൽമീകത്തിൽ നിന്നും, ചിതൽപുറ്റുകളിൽ നിന്നും പുറത്തു വന്ന പുതിയൊരു മനുഷ്യനാണ് വാൽമീകി. മക്കളെ, ഇതുപോലെ തന്നെ നമ്മളിൽ ഓരോരുത്തരും ചിതൽപുറ്റുകൾക്കകത്ത് കിടക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ചിതൽപുറ്റുകളിൽ അകത്തിരുന്ന് ഇരിക്കുകയാണ്. പഴയകാല പാപങ്ങളും അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളും മുൻജന്മ പാപങ്ങളും കുടുംബ പാപങ്ങളും ദോഷങ്ങളും എല്ലാം കൂടെ പേറിക്കൊണ്ടൊരു ചിതൽപുറ്റിനകത്ത് ഇരിക്കുകയാണ്. ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ട് ചിതൽപുറ്റിനകത്ത് ഇരിക്കുമ്പോൾ ആ ചിതൽപുറ്റു പൊട്ടിച്ചൊരു പുതിയ മനുഷ്യനായി പുറത്തു വരുമ്പോൾ ആ മനുഷ്യൻ നിങ്ങളിലേക്ക് എഴുതിത്തരുന്ന പുതിയ ജീവിതമാണ് നിങ്ങളുടെ ആദികാവ്യം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ അതുവരെ ഒന്നുമല്ല. നിങ്ങൾ അതുവരെ ജീവിച്ചതെല്ലാം ഈ ലോകത്തിനും ഇവിടുത്തെ ജനങ്ങൾക്കും എതിരാണ്. എന്നാൽ ഒരു പുതിയ മനുഷ്യനായി നിങ്ങൾ ഭഗവൻ നാമം ഉരുവിട്ടുകൊണ്ട് നിങ്ങൾ ഒരു പുതിയ മനുഷ്യനായി നിങ്ങളെ മൂടിയിരിക്കുന്ന ചിതൽപുറ്റിൽ നിന്നും പുറത്തേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതൊക്കെ എഴുതുവാൻ കഴിയുന്നത്. അങ്ങനെ ആദികാവ്യം രാമായണമാവുകയും ആദ്യമുണ്ടായ കവിത, ആ ഒരു വരി എന്ന് പറയുന്നത് മാനിഷാദ പ്രതിഷ്ഠാദ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? വേടൻ രണ്ട് പക്ഷികളെ അമ്പെയ്ത് കൊല്ലുവാൻ വേണ്ടി പ്രണയിച്ചു നിൽക്കുന്ന രണ്ട് പക്ഷികളെ അമ്പെയ്ത് കൊല്ലുവാൻ വേണ്ടി നിൽക്കുമ്പോൾ ആദ്യമായി ആ വാൽമീകിയുടെ വായിൽ നിന്ന് ഉരുവിട്ട ഇതാണ്, ഏ കാട്ടാള, ഇങ്ങനെ സ്നേഹിച്ചിരിക്കുന്ന മിഥുനങ്ങളായ ആ പക്ഷികളെ നീ എന്തിനു കൊല്ലുന്നു? അങ്ങനെ പല എഴുത്തുകാരും അതാണ് ആദ്യത്തെ ആ ഒരു കവിത എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതിനൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന മറ്റൊരു കാര്യം മനസ്സിലാക്കണം. ഒരു കവിത പോലെ അങ്ങനെ പറഞ്ഞുവെങ്കിൽ ആദ്യ കവിത അല്ലെങ്കിൽ ആദ്യമായിട്ടുള്ള ആ ഒരു കവിയുടെ വരികൾ ഉണ്ടാകുന്നതിനു മുമ്പ് ആ കവിയെ കവിയാക്കുന്നതിനു വേണ്ടിയിട്ട് ആ കവിയുടെ ശരീരമാകെ ചിതൽപുറ്റിനാൽ മൂടി ആ ചിതൽപുറ്റിൽ നിന്നും പുതിയൊരു മനുഷ്യനായി പുറത്തു വരുന്നതിനു വേണ്ടിയിട്ട് കള്ളനും അമ്പെയ്ത് മൃഗങ്ങളെ കൊല്ലുന്നവനും കാട്ടാളനും പലരിൽ നിന്നും മോഷ്ടിച്ച് പണം മോഷ്ടിച്ച് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന പല വ്യക്തികളെയും അപഹരിച്ചും ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെ തന്റെ ജീവിതത്തിന്റെ മോശമായ ചിതൽപുറ്റിനകത്തു നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചൊരു സൂത്രവാക്യമുണ്ട്. എന്താണെന്ന് അറിയാം? അനിഷാദ പ്രതിഷ്ഠാതയൊക്കെ വന്നത് പിന്നെ, അത് കവിയായതിനു ശേഷം, ബോധം എന്ന ബോധ്യം വന്നതിന് ശേഷം. എന്നാൽ അതിലേക്ക് നയിച്ചൊരു വാക്കുണ്ട്, ആ ഒരു മനുഷ്യനെ അതിലേക്ക് എത്തിച്ചൊരു വാക്കുണ്ട്. സ്വന്തം ഭാര്യയിൽ നിന്നുമുണ്ടായ ഒരു വാക്ക്. താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന, താൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടും അധ്വാനിച്ചും വല്ലവരുടെയും ഭാണ്ഡങ്ങൾ തട്ടിപ്പറിച്ചും ഒക്കെയും കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഒരാളെ കയ്യിൽ നിന്നുള്ള ആ ഒരു പണം അപഹരിക്കുന്നതിന് വേണ്ടി അയാളെ കാടിന്റെ മധ്യത്തിൽ വെച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ആ പണവും അപഹരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി തന്റെ ഭാര്യയും മക്കളും സുഖമായി കഴിയുന്നതിനു വേണ്ടിയിട്ട് അത്തരത്തിൽ നരാധമ കർമ്മം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാട്ടാളനാണ് പിന്നീട് വാൽമീകി എന്ന ആദി കവിയായി മാറിയത്. മക്കളെ, രാമായണം എഴുതിയത് ആ ഒരു മനുഷ്യനുണ്ടായ മാറ്റം. അപ്പോൾ ഈ ഒരു ആദി കവിയിലേക്കുള്ള ആ ഒരു മാറ്റത്തിന് സ്വന്തം ഭാര്യയിൽ നിന്നുണ്ടായ ഒരു ആദി വാക്യമുണ്ട്. ആ വാക്യം ഇന്നെല്ലാം എല്ലാവരും മറന്നുപോകുന്നു. ആ വാക്യത്തിൽ നിന്നാണ് വാൽമീകി ഉണ്ടായത്. ആ വാക്യം വാൽമീകിയുടെ പത്നി പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുമായിരുന്നു? ആ മനുഷ്യൻ പഴയതുപോലെ കാട്ടാളനായി തന്നെ എന്ത് ചെയ്യുമായിരുന്നു? കാനനത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയും വഴിവെക്കിൽ കൂടി പോകുന്നവരെ പിടിച്ചു നിർത്തുകയും ഇല്ലേ?
അവരുടെ ഭാണ്ഡം കുത്തി തുറക്കുകയും അവരിൽ നിന്ന് പണം അപഹരിക്കുകയും ആ അപഹരിച്ച മോഷ്ടിച്ച മറ്റൊരാളുടെ ജീവൻ കളഞ്ഞ് കൊണ്ടുവരുന്ന അത് തന്റെ ഭാര്യയ്ക്കും മക്കളും കൊടുക്കുമായിരുന്നു. പക്ഷെ അവരത് ഭക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എന്താണ് ആ വാക്യം? എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കിക്കേ. ആർക്കെങ്കിലും പറയുവാൻ കഴിയും? ഒരു മനുഷ്യനെ തന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഉപകരിച്ച ആ ഒരു വാക്യമാണ് ആദ്യ വാക്യം എന്ന് പറയുന്നത്. ഗുരു പറയുന്നു ആ വാക്യം ഇതാണ്: താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. കേട്ടിട്ടുണ്ടോ? പഴഞ്ചൊല്ലായൊക്കെ പലരും പറയും ഇത് രാമായണത്തിലുള്ളതാണ്, ഇത് രാമായണത്തിന് മുമ്പുള്ളതാണ്, ഇവിടെ എഴുതപ്പെടുന്നതിന് മുമ്പുള്ളതാണ്. ഇവിടെ ഒരു കവിത പോലെ ഒരു കാര്യം എഴുതിപ്പെടുന്നതിന് മുമ്പ്, ഭാഷയെ വാക്കുകളെ കവിതകളാക്കുന്നതിനു മുമ്പ് ഉണ്ടായപ്പെട്ട, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ അവന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയിട്ട് സ്വന്തം ഭവനത്തിൽ നിന്നും ഉണ്ടായ ഒരു വാക്കാണ് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക നീ വരും. എല്ലാം കട്ടും മോഷ്ടിച്ചും കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ്, പ്രിയപത്നി, മക്കളെ, ഞാനിന്ന് ഒരാളെ കൊന്നു, അല്ലെങ്കിൽ ഞാനിന്ന് ഒരാളെ കയ്യും കാലും തല്ലി ഉടച്ചു, എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്നും ഒക്കെയും സ്വർണ്ണാഭരണങ്ങളും അയാളുടെ പണവും ഒക്കെയും അപഹരിച്ചു, അയാളിൽ നിന്നും വിലപ്പെട്ടതൊക്കെയും അപഹരിച്ചു. ഞാൻ ഇതൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരുന്നു. ഇതിലൊക്കെ ഒരു പാപമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇതിന്റെ ആ പാപത്തിന്റെ ഒരു പങ്ക് നിങ്ങൾ ആരെങ്കിലും വഹിക്കുമോ എന്ന് ചോദിച്ചപ്പോഴാണ് വാത്മീകിയുടെ പത്നി ഇങ്ങനെ പറഞ്ഞത്: താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരും. ഈ ഒരു വാക്യം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഭാരത ചരിത്രം മുന്നോട്ട് പോകുന്നതെങ്കിൽ മക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ തന്നെ അനുഭവിക്കണമെന്ന് പറയുമ്പോൾ ഗുരു ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലവും ഗുരുവും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭാർഗവി ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഭാർഗവിയും, സരസ്വതി ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം സരസ്വതിയും, അച്യുതൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അച്യുതനും, വർഗീസ് ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം വർഗീസും, മൂസാക്കുട്ടി ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം മൂസാക്കുട്ടിയും തന്നെ അനുഭവിക്കണം എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ വേറെ ആർക്കും അതിനകത്ത് പങ്കില്ല. സ്വന്തം ഭാര്യയ്ക്കോ മക്കൾക്കോ ഭർത്താവിനോ അച്ഛനോ അമ്മയ്ക്കോ മകനോ സമൂഹത്തിനോ അതിൽ പങ്കില്ല. എന്ന് വച്ചാൽ തൊട്ടടുത്ത അയൽക്കാരന് ജാനകി എന്ന് പറയുന്ന സ്ത്രീ ഏതെങ്കിലും മന്ത്രവാദിയെ കണ്ട് അയാൾ നശിച്ചു പോകുന്നതിന് വേണ്ടി കൂടപത്രം എന്നുള്ളൊരു, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ചെയ്താൽ ആരും നശിച്ചു പോകത്തുമില്ല. പക്ഷെ ആ ഒരു ചിന്തയോടുകൂടി എന്റെ അയൽക്കാരനെ എനിക്ക് നശിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു വസ്തു ആ ഒരു അവരുടെ ഒരു വീടിന്റെയോ കോമ്പൗണ്ടിന്റെയോ ഭാഗത്ത് കൊണ്ടിടുമ്പോൾ എന്താ ചെയ്യുന്നത്? അത് ആ ജാനകി ചെയ്ത ദുഷ്കർമ്മമാണ്. ജാനകി ചെയ്ത ദുഷ്കർമ്മം ആർക്കായി കിട്ടുന്നേ? ജാനകിക്ക് തന്നെ കിട്ടും. പങ്കജം ചെയ്ത ദുഷ്കർമ്മം പങ്കജത്തിന് തന്നെ കിട്ടും. നാരായണൻകുട്ടി ചെയ്ത ദുഷ്കർമ്മം നാരായണൻകുട്ടിക്ക് തന്നെ കിട്ടും. അതുകൊണ്ട് നാളെ ഗുരുവിന്റെ ആശ്രമത്തിലോ അല്ലെങ്കിൽ നാളെ മറ്റെവിടെയെങ്കിലോ, അല്ലെങ്കിൽ സുനിൽ കുമാർ എന്ന് പറയുന്ന വ്യക്തി രാജേഷിന്റെ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു മന്ത്രവാദി പറയുന്ന കേട്ട് എന്തെങ്കിലും കോഴിമുട്ടയോ തകിടോ കൊണ്ട് അവിടെ ഇട്ടിട്ട് ഞാൻ അവനെ ചെയ്തു, അവൻ നശിച്ചു പോകുമെന്ന് കാത്തുകാത്തിരിക്കുന്നത് തന്നെ ഒരു ദുഷ്കർമ്മമാണ്. അവന് അയാൾക്കൊന്നും സംഭവിക്കില്ല. ആർക്കാ? ഇത് കൊണ്ടു ചെന്നിട്ട ആ ഒരു പുരയിടത്തിൽ താമസിക്കുന്ന വ്യക്തിക്ക് ഒന്നുമില്ല. അയാൾ ഭഗവാനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ആരാ ദുഷ്കർമ്മം ചെയ്തത്? ഇവിടെ പലരും പറയുന്നുണ്ട്, ഭഗവാനെ, ഗുരുവേ, എനിക്കിതാ ദുഷ്കർമ്മം ചെയ്തു. ആരാ ചെയ്ത ദുഷ്കർമ്മം? നിങ്ങൾ അങ്ങോട്ടാണോ ചെയ്തത്? അല്ലല്ലോ, അവരാണ് ചെയ്തത്. എങ്ങനെ ചെയ്തു? മനസ്സുകൊണ്ട് ചെയ്തു. നിങ്ങൾ നശിക്കണമെന്ന്. ദുഷ്കർമ്മം ചെയ്തവന്റെ മേൽ ദുഷ്കർമ്മം തിരിച്ചു വരും. അതെവിടാ വരുന്നേ? ദുഷ്കർമ്മം തിരിച്ചു വരുന്ന സമയത്ത് എങ്ങനെയാ വരുന്നേ? ദുഷ്കർമ്മം നിങ്ങൾ എത്രത്തോളം നിങ്ങളെ കൊണ്ട് ചിന്തിച്ചാണ് അയാൾ നശിക്കണമെന്ന് ആഗ്രഹിച്ചോ, അതേ ശക്തിയോട് തിരിച്ചു വരുമ്പോൾ അത് ഉൾക്കൊള്ളുവാനും അത് സ്വീകരിക്കുവാനുള്ള ആരോഗ്യം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ സന്തതികളിലേക്കും വന്നു പതിക്കും. അതാണ് ഈ ദുഷ്ടചിന്തകൾക്കുള്ള ഒരു. നല്ല ചിന്തകൾക്കും അതുണ്ട്. അപ്പുറത്തുള്ള രാജേഷിനെ രക്ഷപ്പെടുത്തണം, അപ്പുറത്തുള്ള രാജേഷ് അല്ലെങ്കിൽ അപ്പുറത്തുള്ള ജാനകി പട്ടിണി കിടക്കാൻ പാടില്ല, അപ്പുറത്തുള്ള ജാനകിയുടെ മകളുടെ വിവാഹമാണ്, എനിക്ക് എന്തെങ്കിലും കൊടുക്കണം, അപ്പുറത്തുള്ള ജാനകി ഇന്ന് ആഹാരം കഴിച്ചോ എന്ന് ചിന്തിച്ചുകൊണ്ട് സരസ്വതി ഒരു ദിവസമെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ആ നന്മകൾ ഒരിക്കൽ തിരിച്ചു വരുമ്പോൾ അത് ജാനകിക്ക് ഉൾക്കൊള്ളുവാൻ പറ്റാതെ വന്നാൽ അത് മക്കളിലേക്ക് കിട്ടും. നന്മകളും ഇങ്ങനെ പകുത്തു പോകും. എന്നാൽ ഇതിനകത്തൊരു കർമ്മഫലമുണ്ട്. അപ്പോൾ എങ്ങനെയാ ഗുരുവേ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ? അപ്പോൾ ജാനകി ചെയ്യുമ്പോൾ ജാനകിക്ക് മാത്രമല്ലേ കിട്ടേണ്ടത്? എങ്ങനെയാ മക്കളിലേക്ക് പോകുന്നത് എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും.
ചെയ്യുന്ന കർമ്മത്തിന്റെ ഊർജത്തിന്റെ ആ ഒരു വിഹിതം എല്ലാവരിലും ബാധിക്കുന്നുണ്ട്, ആ ഒരു കുടുംബത്തിലെ എല്ലാവരിലും ബാധിക്കുന്നുണ്ട്. എന്നാൽ കർമ്മത്തിന്റെ ഫലമുണ്ട്. കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. കാരണം ആ ഒരു ഫലത്തിന്റെ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്, അല്ലെങ്കിൽ കർമ്മം അനുഭവിക്കുന്നതിനൊരു വേദനയുണ്ട്. അത് കഠിനമായി വരുന്നത് ആ കർമ്മം ചെയ്യുന്ന വ്യക്തിക്ക് തന്നെയായിരിക്കും. അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിൽ ഒരു ഗൃഹനാഥൻ ഒരു ദുഷ്കർമ്മം ചെയ്തുവെങ്കിൽ അത് തിരിച്ച് അയാൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമായി അയാളിലേക്ക് തന്നെ വരുമ്പോൾ അയാൾക്കത് താങ്ങുവാൻ പറ്റാതെ അയാൾ എന്തെങ്കിലും ഒരു ശാരീരിക അവസ്ഥയിൽ വീണുപോയി എന്നിരിക്കട്ടെ, ആരാ പരിചരിക്കേണ്ടത്? ഒന്നും അറിയാത്ത ഭാര്യ. പക്ഷെ കർമ്മഫലം അനുഭവിക്കുന്നത് ആരാ? കർമ്മം ചെയ്തവൻ. അതാണ് ഗുരു നേരത്തെ പറഞ്ഞതുമായിട്ട് യോജിക്കേണ്ടത്. എന്നാൽ ഇയാൾ നല്ലതാണ് ചെയ്തതെങ്കിലോ, ഇയാൾ സസുഖം വീണ്ടും സുഖങ്ങളിലേക്ക് ജീവിതം എത്തുന്നു. ആ സുഖത്തിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും എന്താ അതിന്റെ ഒരു ഒരു കാഠിന്യം കുറഞ്ഞു, ഇത്രയും കാലം അനുഭവിച്ച ഒരു കഠിനതയില്ല, ഒരു സുഖമുണ്ട് മനസ്സിനും ശരീരത്തിനും. പക്ഷേ ആ സുഖത്തിന്റെ ഏറ്റവും പരമോന്നതി നിൽക്കുന്നത് ആരായിരിക്കും? അത് ചെയ്ത ആള് തന്നെയായിരിക്കും. അതാണ് ആ ഒരു വാക്യത്തിൽ കൂടി ഉദ്ദേശിക്കുന്നത്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. മറ്റൊരു കാര്യം കൂടിയുണ്ട് അതിനകത്ത്. നമ്മൾ മറ്റൊരു വ്യക്തിയെ ദുഷിക്കുക, മറ്റൊരു വ്യക്തിയെ ഉപദ്രവിക്കുക, മറ്റൊരു വ്യക്തിയെ മോശമായി കാണുക, ഏതെങ്കിലും ഒരു വ്യക്തിക്കോ പക്ഷിക്കോ മൃഗത്തിനോ നമ്മൾ മോശമായ കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ, പ്രകൃതി നിയമത്തിനനുസരിച്ചല്ലാതെ നമ്മളൊരു മനുഷ്യന് മോശമായ കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ഒരാളെ മാനസികമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, ചില ആൾക്കാരുണ്ട് കുറ്റം പറഞ്ഞും കുറവ് പറഞ്ഞും വഴിവെക്കിൽ നടന്നു പോകുമ്പോഴും മറ്റൊരാളോട് പറഞ്ഞും നമ്മൾ മാനസികമായി ആ വ്യക്തിയെ ഉപദ്രവിച്ചിരിക്കുകയാണെങ്കിൽ അയാളുടെ മനസ്സ് വേദനിക്കുന്നുണ്ട്, അയാൾക്കൊന്നും തിരിച്ചു ചെയ്യുവാൻ പറ്റുന്നില്ല, അയാൾ നിഷ്ക്രിയനായിട്ട് നിൽക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലും നിങ്ങൾ അയാളെ പരമാവധി മാനസിക പീഡനം ഏൽപ്പിക്കുകയും പരമാവധി അയാളെ ഉപദ്രവിക്കുകയും ചെയ്യും. അങ്ങനെ ഈ ഉപദ്രവമേറ്റ ആൾ ഒരു ദിവസം സാധാരണയായി മരിച്ചു പോകുന്നു. നോക്കൂ, ആ വ്യക്തി മരിച്ച ശേഷം നിങ്ങൾ അയാൾക്ക് ഏൽപ്പിച്ച സകല പീഡനങ്ങളും നാളെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഇത് നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചു കൊള്ളുക. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി, നിസ്സഹായനായ ഒരു വ്യക്തിയെ അറിഞ്ഞുകൊണ്ട് മാനസികമായും ശാരീരികമായും ബൗദ്ധികമായും പുച്ഛിച്ചും പുറന്തള്ളിയും നിങ്ങൾ അയാൾക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് മാനസിക വ്യത ഏൽപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അയാളുടെ ആ ഒരു നിങ്ങൾ ഏൽപ്പിക്കുന്ന മാനസിക വ്യതയിൽ ആ മനുഷ്യൻ ദുഃഖിച്ചു കഴിയുന്നത് കണ്ട് നിങ്ങൾ ഒരിടത്തിരിക്കുന്നുവെങ്കിൽ, അവൻ ദുഃഖിക്കുന്നു, അവൻ നരകിക്കുന്നു, അവൻ അങ്ങനെ തന്നെ വേണം, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്കത് പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ട്. ആ മനുഷ്യൻ ദുഃഖിക്കുന്നു, അയാൾ നരകിക്കുന്നു, നിങ്ങൾ അതിനിടയ്ക്ക് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒടുവിൽ ആ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അയാളെ ഏൽപ്പിച്ച മാനസിക ദുഃഖം, മാനസിക പീഡനം, തള്ളിപ്പറച്ചിൽ, പുച്ഛം ഇല്ലേ, സമൂഹത്തിൽ അയാൾക്ക് വില കൊടുക്കായ്മ, ഇതെല്ലാം എന്ത് ചെയ്യും? നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഗുരുവിനറിയാം അങ്ങനെയുള്ള പല കുടുംബങ്ങളെയും അങ്ങനെയൊക്കെ ചെയ്ത് വെട്ടിപ്പിടിച്ചും നേടിപ്പിടിച്ചും ഒക്കെയും ഉണ്ടാക്കിയ പലരും മക്കളെ ഇന്ന് മക്കളാൽ ഉപേക്ഷിച്ച്, മക്കളൊക്കെ പല വിദേശ രാജ്യങ്ങളിലാണ്, മക്കളാൽ ഉപേക്ഷിച്ച് പല വൃദ്ധസദനങ്ങളിലും ഏകാന്തമായിട്ട് ആരെങ്കിലും ഒന്ന് സംസാരിക്കാൻ കിട്ടിയാൽ മതി എന്ന് കരുതിയിരിക്കുന്നവരുണ്ട്. ഇതൊക്കെ കർമ്മഫലങ്ങളാണ്, അവനവൻ തന്നെ വരുത്തി വെച്ച കർമ്മഫലങ്ങളാണ്. അതുകൊണ്ട് ഈ ഭൂമിക്കും പ്രപഞ്ചത്തിനും ഇവിടെ ആകമാനം ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് തന്നെ വേണം എല്ലാവരും ജീവിക്കുവാൻ. അന്യനെ ഉപദ്രവിക്കരുത്. ഭഗവാൻ എല്ലാവരെയും സംരക്ഷിക്കുന്നവനാണ്, എല്ലാവരുടെയും രക്ഷകനാണ്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്കാരെയും ദുഷിക്കുവാനോ നിങ്ങൾക്കാരെയും കുറ്റപ്പെടുത്താനോ നിങ്ങൾക്കാരെയും പുച്ഛിക്കുവാനോ യാതൊരു അവകാശവുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ പുറംചട്ടയായ ആ ഒരു വാത്മീകത്തിൽ നിന്നും, അഹങ്കാരത്തിന്റെ, ദുഷിപ്പിന്റെ, ധാർഷ്ട്യത്തിന്റെ എല്ലാ പുറംചട്ടയിൽ നിന്നും, ആ ചിതൽപൂറ്റിൽ നിന്നും നിങ്ങൾ ഒളിച്ചു പുറത്തേക്ക് വന്ന് പുതിയൊരു മനുഷ്യനായി മാറുമ്പോൾ നിങ്ങളെ ആ ഒരു ഭഗവാന്റെ പ്രതീകമായി കണ്ട് ഈ ലോകം സ്വീകരിക്കുമെന്നുള്ള ഒരു സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മക്കളെ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക നീ വരൂ. ഇതാണ് ആദ്യത്തെ ഒരു വാക്യമൊക്കെയുണ്ട്. ഒരു മനുഷ്യൻ ഈ ഒരു അവന്റെ പ്രദേശത്തേക്ക്, പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ, അവനൊരു ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ, അവൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ, അവൻ എവിടെയെങ്കിലും പോകുമ്പോൾ, എങ്ങനെ പോയാലും
തന്റെ പ്രവൃത്തി സംശുദ്ധമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഓർത്തു വയ്ക്കേണ്ട ഒരു വാക്യമാണ്, ഞാൻ ചെയ്യുന്ന കർമ്മത്തിന്റെയും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെയും ഫലം ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വരും. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് ജീവിക്കുക. ഇതുവരെ ചെയ്ത കർമ്മഫലങ്ങളും മറ്റുമൊക്കെ നമുക്ക് ഇനിയുള്ള നല്ല ജീവിതം നിങ്ങൾ മാറ്റിമറിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാകാവുന്നതേ ഉള്ളൂ. പ്രാർത്ഥനയിലൂടെയും മറ്റുമൊക്കെയും ഭഗവാൻ അത് നിങ്ങളെ എല്ലാ പുറംചട്ടകളും ഭേദിച്ച് പുതിയൊരു മനുഷ്യനാക്കി തന്നെ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഓം ഹര ഹര ശിവശങ്കര ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ ഓം സർപ്പധാരി ഓം ഭസ്മഭൂഷണ ഓം ഗംഗാധര ഓം ജടാധര ഓം ത്രിനേത്ര ഓം ത്രിശൂലനാഥ ഓം ഉമാമഹേശ്വര ഭഗവാനെ അഘോരമൂർത്തി ഭഗവാനെ